ക്രിസ്തുവിലുള്ള പ്രിയ സുഹൃത്തുക്കളെ, ആഗമനകാലത്തിന്റെ ഈ ആദ്യ വാരത്തിൽ ലോകം വെളിച്ചങ്ങളിലേക്കും ഷോപ്പിംഗ് പട്ടികകളിലേക്കും തിടുക്കം കൂട്ടുമ്പോൾ യേശു നമ്മെ ഒരു നിമിഷം നിർത്തി മത്തായി 7 നിന്നുള്ള ഒരു ശക്തമായ ചിത്രം നൽകുന്നു. എന്റെ ഈ വാക്കുകൾ കേട്ട് അവ അനുസരിക്കുന്ന ഏവനും പാറയ്ക്കുമേൽ വീട് പണിത ജ്ഞാനിയോട് തുല്യനാകും. മഴ പെയ്തു, വെള്ളപ്പൊക്കം വന്നു, കാറ്റു വീശി ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, പക്ഷേ അത് പാറയ്ക്കുമേൽ അടിസ്ഥാനമിട്ടതിനാൽ വീണില്ല. ഇത് സങ്കൽപ്പിക്കുക, 2 നിർമ്മാതാക്കൾ അടുത്തടുത്ത് നിന്നു. ഒരാൾ മണ്ണിലൂടെയും കല്ലിലൂടെയും ആഴത്തിൽ കുഴിക്കുന്നു, ചലിക്കാത്ത അടിസ്ഥാനത്തെ ദൃഢമായി പിടിക്കുന്നതിനായി വിയർത്ത് പ്രവർത്തിക്കുന്നു. മറ്റൊരാൾ മണലിന്മേൽ വേഗത്തിൽ മനോഹരമായ മതിലുകൾ കെട്ടുന്നു, ശ്രദ്ധയാകർഷിക്കുന്നതും വേഗത്തിൽ പൂർത്തിയാകുന്നു. സൂര്യാഴിമകളിൽ 2 വീടുകളും തിളങ്ങും. എന്നാൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അത് എപ്പോഴും അങ്ങനെ തന്നെ, വ്യത്യാസം ശബ്ദമുയർത്തി പ്രഖ്യാപിക്കുന്നു. ഒന്ന് ധീരമായി നിലകൊള്ളുന്നു, മറ്റൊന്ന് ഖേദത്തിന്റെ കൂമ്പാരമായി ഒഴുകിപ്പോകുന്നു. ആഗമനകാലം മന്ത്രണം ചെയ്യുന്നു, നിങ്ങൾ എന്തിന്മേൽ പണിയുകയാണ്? ഇഷ്ടികയും കുമ്മായവും കൊണ്ടുള്ള നിങ്ങളുടെ വീടല്ല, നിങ്ങളുടെ ജീവിതമാണ്. സോഷ്യൽ മീഡിയ ലൈക്കുകളുടെയും ഡെഡ്ലൈനുകളുടെയും ശ്രദ്ധാവ്യതിചലനം